പത്തനംതിട്ടയിലെ +2 വിദ്യാർത്ഥിനിയുടെ ദുരൂഹ മരണത്തിൽ സഹപാഠി അറസ്റ്റിൽ. പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന സഹപാഠി കുറ്റസമ്മത മൊഴി നൽകിയിട്ടുണ്ട്. ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേർന്നു. ശ്രീത്ത്, ഇപ്പോൾ ഇത് ഏറെ വിവാദമായ സംഭവമാണ്. ഇപ്പോൾ ഈ +2 വിദ്യാർത്ഥിനിയുടെ ദുരൂഹ മരണത്തിൽ സഹപാഠി കുറ്റസമ്മത മൊഴി നൽകിയിട്ടുണ്ടെന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ. DNA പരിശോധനയ്ക്ക് സാമ്പിൾ അടക്കം നൽകിയതിനു ശേഷമാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അറസ്റ്റ് എന്നൊരു ഘട്ടത്തിലേക്ക് പോയിട്ടുള്ളത്. ഈ +2 വിദ്യാർത്ഥിനിയുടെ മരണത്തിന് ശേഷം ഈ സഹപാഠി ആ ഘട്ടം മുതൽ തന്നെ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. നിരവധി തവണ ചോദ്യം ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് സഹപാഠിയായിരുന്ന 18 വയസ്സ് സഹപാഠിക്ക് പൂർത്തിയായിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ആലപ്പുഴ നൂറനാട് സ്വദേശിയാണ് ഈ സഹപാഠി. എന്തായാലും പത്തനംതിട്ടയിലെ സ്കൂളിലും അതുപോലെ തന്നെ വീട്ടിലും വെച്ച് പീഡിപ്പിച്ചു എന്ന ഒരു മൊഴിയാണ് ഈ ഒരു ഘട്ടത്തിൽ ഈ സഹപാഠി നൽകിയിരിക്കുന്നത്, ലൈംഗികമായി പീഡിപ്പിച്ചെന്ന മൊഴി. എന്തായാലും ഇപ്പോൾ അല്പസമയം മുൻപാണ് അറസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടുള്ളത്. പോലീസ് പറയുന്നത് മറ്റു നടപടിക്രമങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഈ അറസ്റ്റ് എന്ന ഘട്ടത്തിലേക്ക് പോയത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്നാണ്. DNA പരിശോധനാ ഫലം 2ാം ഘട്ടമാണ്. മൊഴിയുണ്ട്, കൃത്യമായ രീതിയിൽ പീഡിപ്പിച്ചിരുന്നു എന്ന മൊഴിയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്താമെന്ന് തന്നെയാണ് അവർക്ക് ലഭിച്ച നിയമോപദേശം. എന്തായാലും അറസ്റ്റ് രേഖപ്പെടുത്തി. പെൺകുട്ടി 5 മാസം ഗർഭിണിയായിരുന്നു ഈ മരണസമയത്ത്. അതിനു മുൻപ് തന്നെ ആത്മഹത്യക്കടക്കം ശ്രമിച്ചിരുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു കത്തടക്കം ഈ പെൺകുട്ടിയുടേതായി പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ഇതൊക്കെ കണക്കിലെടുത്താണ് ഏറ്റവും ഒടുവിൽ അറസ്റ്റ് എന്നൊരു ഘട്ടത്തിലേക്ക് പോയിട്ടുള്ളത്. എന്തായാലും പോലീസ് ഈ ഒരു ഘട്ടത്തിൽ പോക്സോ കേസെടുത്താണ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റു നടപടിക്രമങ്ങൾ അത് ഏതെല്ലാം ഘട്ടത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെ കുറിച്ച് പ്രത്യേക അന്വേഷണ സംഘം കാര്യമായ രീതിയിലുള്ള നിയമോപദേശങ്ങൾ തേടുന്നുണ്ട്. എന്തായാലും സഹപാഠി ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ സഹപാഠിയെ പേര് വിവരങ്ങൾ നമുക്കിപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തുവിടാൻ കഴിയില്ല, പോക്സോ കേസാണ്. അതുകൊണ്ട് തന്നെ ആലപ്പുഴ നൂറനാട് സ്വദേശിയാണ് ഈ സഹപാഠി. എന്തായാലും അല്പസമയത്തിനകം തന്നെ കോടതിയിൽ ഈ സഹപാഠിയെ ഹാജരാക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ശരി, ശ്രീകുമാരനാണ് വിശദാംശങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്നും.